ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണില് ബാറ്ററി ലൈഫ് അഥവാ ബാറ്ററി നിൽക്കുന്നില്ല എന്നൊരു പരാതി നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നേരെ ഷോപ്പിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിൽ നിന്നും അത് സോൾവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വരൂ വീഡിയോയിലേക്ക് പോവാം. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സ് വന്നു കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതിനെ ഓപ്പൺ ചെയ്യുക. ദെൻ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുക. അതിനകത്ത് നമുക്ക് സേഫ് ബ്രൗസിംഗ് കാണാം. സേഫ് ബ്രൗസിംഗിൽ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്: നോ പ്രൊട്ടക്ഷൻ, സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ. അതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആവറേജ് ആണ് ബാറ്ററി, അതല്ല ചെയ്യേണ്ടത്. എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഓൺ ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ ബാക്ക് പോവുക. അതിനുശേഷം നമ്മുടെ സെറ്റിങ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സെറ്റിങ്സിൽ വീണ്ടും നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യണു. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. അത് എനേബിൾ ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് നമ്മുടെ ചാർജ് പോകുന്നത് ഒഴിവാക്കാം. ദെൻ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. അതിൽ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ ആക്സസിബിലിറ്റി എന്ന് എഴുതിയേക്കുന്നതിന് തൊട്ടു മുകളിലായി അപ്പിയറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ തീം എന്ന് കാണാം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഡാർക്ക് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സിലേക്കാണ് പോകുന്നത്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാറ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ദെൻ അതിനകത്ത് നമ്മളുടെ യൂസേജ്, ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അതിൽ നമുക്ക് പവർ സേവിംഗ് മോഡ് എന്ന് ഫസ്റ്റ് തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്തിടുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കിലേക്ക് തന്നെ പോകുന്നു. ബാക്കിലേക്ക് പോയിട്ട് മോർ സെറ്റിംഗ്സിൽ തന്നെ ഹൈ പെർഫോമൻസ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്ന് കണ്ടു കാണുമല്ലോ അല്ലേ? അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിന്റെ യൂസേജ്, ബാക്കി കാര്യങ്ങൾ, പവർ സേവിംഗ് മോഡ് ഓൺ ആണ്. ദെൻ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ്, എത്ര പെർസെൻറ്റേജ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് എന്നതെല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം ഡീസെലക്ട് ഓൾ കൊടുക്കുക. ദെൻ സേവ് പവർ. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് 80% ഇഷ്യൂസ് സോൾവ് ആകും. നമ്മൾ ക്രോം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് പെർമിഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ മാനേജ് ആപ്പ് ഈഫ് അൺയൂസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ ഏകദേശ പ്രശ്നങ്ങൾ സോൾവ് ആയി കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.